പുന്നല ശ്രീകുമാർ 12 കോടി തട്ടിയെടുത്തതായി പരാതി. KPMS നേതാവ് പുന്നല ശ്രീകുമാർ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിൽ നിന്നും 12 കോടിയിൽ പരം രൂപ തട്ടിയെന്നാരോപിച്ച് KPMS മുൻ പ്രസിഡന്റ് L. രമേശൻ, അയ്യങ്കാളി ട്രസ്റ്റ് ഖജാൻജി ബൈജു കലാശാല, മുൻ ജനറൽ സെക്രട്ടറി രമേശ് പുന്നക്കാടൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇന്ന് പത്രസമ്മേളനം നടന്നു. നാളിതുവരെ ഡയറക്ടർ ബോർഡ് കൂടി ഓഡിറ്റ് ചെയ്ത കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല എന്നും പുന്നല ശ്രീകുമാർ അംഗങ്ങളിൽ നിന്ന് 22 കോടി രൂപ സമാഹരിക്കുകയും 10 കോടി ചിലവഴിക്കുകയും ബാക്കി 12 കോടിക്ക് യാതൊരു കണക്കുമില്ല എന്ന് ഇവർ ആരോപിക്കുന്നു. ശ്രീകുമാറിന്റെ തട്ടിപ്പിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികളടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും ട്രസ്റ്റിന്റെ ഭരണസാരഥ്യം ഒരു ഏകാധിപതിയെ പോലെ കൊണ്ടുപോവുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. വരവ് ചെലവ് കണക്ക് ചോദിക്കുന്നവരെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയാണെന്നും കഴിഞ്ഞ വർഷം 1,30,516 അംഗങ്ങൾ ഉണ്ടായിരുന്ന KPMSൽ 2023-24 വർഷത്തിൽ വെറും 43,826 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാവരെയും ശ്രീകുമാർ ഫണ്ടിന്റെ പേരിൽ പുറത്താക്കിയെന്നും ഇവർ ആരോപിക്കുന്നു. പത്രസമ്മേളനത്തിന് രാവിലെ പ്രസ് ക്ലബിൽ എത്തിയവരെ പുന്നല ശ്രീകുമാറിന്റെ ആളുകൾ പ്രസ് ക്ലബിന്റെ മുമ്പിൽ തടഞ്ഞു. പോലീസ് ഇടപെട്ടാണ് ഇവരെ അകത്ത് കയറ്റിയത്. കൊലപാതകിയാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും 1,500 രൂപ പ്രസ് ക്ലബിന് തന്നാൽ ആർക്കും പത്രസമ്മേളനം നടത്താമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ തടയാൻ വന്നവരോട് പറഞ്ഞു. പ്രസ് ക്ലബിൽ ഏത് സംഘടനകൾക്കും വ്യക്തികൾക്കും പത്രസമ്മേളനത്തിലുള്ള അവകാശമുണ്ട്. നേരത്തെ ബുക്ക് ചെയ്യുന്ന ആർക്കും അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ വാർത്ത കൊടുക്കുന്ന പത്രങ്ങൾ തീരുമാനിക്കാം. ഇനി എതിർത്ത് മറുവാദം പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയവും തരും. അല്ല, പ്രസ് ക്ലബിലെ പത്രസമ്മേളനം നടക്കാൻ ആരൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർവാദം പറയാനുണ്ടെങ്കിൽ 1,500 കൊടുത്ത് ബുക്ക് ചെയ്താൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം തരും. അത് ഒരു സംശയം വരുന്ന ആളുകൾ ആരെയായാലും എത്ര കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ പോലും ഇവിടെ നിന്ന് പത്രസമ്മേളനത്തിൽ അയാളുടെ ഭാഗം നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കാര്യം. കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ പോലും അയാളുടെ ഭാഗം പ്രസ് ക്ലബിൽ പറയാനുള്ള അവകാശം കഴിഞ്ഞ 50 കൊല്ലമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മറുവാദം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ സമയം തരാം. ഈ മീഡിയയുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞു ഈ ബുക്ക് ചെയ്ത ആളുകളെ കയറ്റി വിടണം. അല്ല, നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് നമ്മൾ കക്ഷിയല്ല. ശരിയോ തെറ്റോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ പറഞ്ഞു പത്രസമ്മേളനം നടത്താൻ ഇവരെ തടഞ്ഞത് ഇവൻ പാവപ്പെട്ട പുല്ല് പറിച്ചവനും പട്ടിണിപ്പാവങ്ങളുടെ മെമ്പർഷിപ്പിന്റെ പൈസ നിങ്ങൾ തമ്മിലുള്ള കാര്യമാണ്. ബുക്ക് ചെയ്ത 3 പേര് മാത്രം, ബുക്ക് ചെയ്ത പേരുണ്ടായിരുന്ന 3 പേര് നമ്മൾ അംഗീകരിച്ചു. അല്ല, നിങ്ങൾ ആദ്യം പറയാൻ പറ്റും. ഇനി പത്രസമ്മേളനത്തിലേക്ക്. തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം രേഖപ്പെടുത്തുക. കേരള പുതിയ മഹാസഭയുടെ KPMSന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പട്ടിക ജനവിഭാഗങ്ങളുടെ സർവതോന്മുഖമായ പുരോഗതി ലാക്കാക്കി രൂപീകരിച്ച ഒരു ട്രസ്റ്റാണ് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റ്. ആ ട്രസ്റ്റ് 2013 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഈ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇവിടെ ശ്രീ രമേശ് സൂചിപ്പിച്ചതുപോലെ താഴെ വന്നപ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളെ കണ്ട് ഒരു കൊടിയ അഴിമതിയുടെ കഥ പറയാൻ പോലും ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഇതാണ് വർഷങ്ങളായി KPMSനകത്ത് പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം. ഏതൊരു ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഗുണ്ടകളെ ഉപയോഗിക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഉത്തരം മുട്ടുമ്പോൾ പ്രതിയോഗികളെ ഗുണ്ടകളെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീ പുന്നല ശ്രീകുമാർ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ KPMS പിളർന്ന് മറ്റൊരു KPMS രൂപീകരിക്കാനല്ല. KPMSന്റെ ഉന്നതമായ പദവി പുന്നല ശ്രീകുമാർ ഏതാണ്ട് 6 വർഷക്കാലം ഒരു അഴിമതിയുടെ പേരിൽ ഒരു കോടതി വിധിയിലൂടെ പുറത്തായി പദവി വഹിക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ 6 വർഷക്കാലം ആ പദവി പുന്നല ശ്രീകുമാറിന് പകരം KPMSന്റെ ജനറൽ സെക്രട്ടറിയുടെ പദവി 6 വർഷക്കാലം വഹിച്ച ആളാണ് ഞാൻ. ഈ അടുത്ത കാലത്ത് ഈ ട്രസ്റ്റിന്റെ രൂപീകരണത്തിന് ശേഷം കൊടിയ അഴിമതിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വളരെ കൃത്യമായി നിങ്ങൾ ഇതിനകത്ത് പിന്നെ പ്രത്യേകം ഈ കണക്കുകളെല്ലാം ആഡ് ചെയ്ത ഈ പ്രസ് റിലീസ് കൂടിയാണ് പിന്നെ തന്നിട്ടുള്ളത്. ഏതാണ്ട് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന് കുരിയോട്ടുമലയിൽ സർക്കാർ അനുവദിച്ചു തന്ന 6 ഏക്കർ ഭൂമി, അവിടെ അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഗ്മാസ് കോളേജ് എന്ന് പറയുന്ന ഒരു എയ്ഡഡ് സ്ഥാപനവും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് വളരെ പ്രധാനമായിട്ടും ഈ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം. പിന്നെ ഈ അടുത്ത കാലം മുതൽ മഹാത്മാ അയ്യങ്കാളി 1905 സ്ഥാപിച്ച വെങ്ങാനൂരെ UP സ്കൂൾ, അതും ഇപ്പോ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ 2 സ്ഥാപനങ്ങളാണ്. ഇവിടെ ഈ ക്രമക്കേട് നടന്നത് കോളേജിന്റെയും സ്കൂളിന്റെയും നടത്തിപ്പിനും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്ത KPMSന്റെ സഹോദരന്മാരുണ്ട്, പുറത്തുള്ള അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആളുകളുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് 5000, 3000, 2000 രൂപ വെച്ച് കളക്ട് ചെയ്യുകയാണ്. കളക്ട് ചെയ്തിട്ട് നാളിതുവരെ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ ഒരു വേദിയിൽ, ഞാൻ അതിന്റെ ആജീവനാന്ത ട്രസ്റ്റ് 3 ആജീവനാന്ത ട്രസ്റ്റീസ് ആണുള്ളത്. അതൊന്ന് പുന്നല ശ്രീകുമാറാണ്, മറ്റൊന്ന് ഞാനാണ്, പിന്നെ മറ്റൊന്ന് V ശ്രീധരൻ എന്ന് പറയുന്ന ആളാണ്. അയാള് അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ നിലവിലെ സെക്രട്ടറിയാണ്. ഇന്ന് വരെ യാതൊരു കണക്കും ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല. പലപ്പോഴായി ഈ ട്രസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി KPMS അംഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 22 കോടിയിലേറെ രൂപ സമാഹരിച്ചിട്ടുണ്ട്. അതില് ഒരു കണക്കും അവതരിപ്പിച്ചിട്ടില്ല. ഏതാണ്ട് 10 കോടി രൂപ കോളേജിന്റെ കെട്ടിടം പണി, അതുപോലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 1,80,00,000 രൂപ പിന്നെ അയ്യങ്കാളി സ്കൂളിന് കുറച്ച് ഭൂമി വാങ്ങുന്നതിന് ഒക്കെ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള എല്ലാവിധമായ രേഖകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10 കോടിക്ക് അടുത്തുള്ള രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12 കോടിയിലധികം രൂപ, കൃത്യമായ കണക്ക് ഇതിനകത്തുണ്ട്, 12 കോടിയിലധികം രൂപ എവിടെയാണെന്ന് അറിയത്തില്ല, ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ പണമില്ല. അപ്പൊ ഇത് കൊടിയ അഴിമതിയാണ്. കൊടിയ അഴിമതി എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട ജനത, നിങ്ങൾക്കറിയാം, ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു ജനത, ഉള്ളവരല്ല. അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പുള്ള നാണയത്തുട്ടുകൾ ശേഖരിച്ചാണ് ഈ തുക കൊടുത്തത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം, ട്രസ്റ്റിന് വേണ്ടി യഥാർത്ഥത്തിൽ ഈ സമ്പത്തൊക്കെ സ്വീകരിച്ച് രസീത് കൊടുക്കേണ്ട ബാധ്യതയുള്ളത് ട്രസ്റ്റിന്റെ സെക്രട്ടറിക്കാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ റെസീപ്റ്റ് ഉണ്ട്. പിന്നെ പ്രസന്റ് മുഴുവൻ തുകയും കൈപ്പറ്റിയിരിക്കുന്ന പുന്നല ശ്രീകുമാറാണ്. അദ്ദേഹം ഒപ്പിട്ട് ഈ തുക മുഴുവൻ കൈപ്പറ്റിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് EDക്കും വിജിലൻസിനും ശ്രീ രമേശിനും ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തും. ഈ കൊടിയ അഴിമതി ഇപ്പോഴും ഇതിന്റെ പേരിലുള്ള ഫണ്ട് കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സ്വാഭാവികമായി EDക്കും വിജിലൻസിനും ഒക്കെ പരാതി കൊടുത്തെങ്കിൽ അനുബന്ധമായ അന്വേഷണത്തിന്റെ ഭാഗമായി അതിനുള്ള രേഖകൾ സമർപ്പിക്കാൻ, തെളിവുകളും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇത് ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുവാൻ മാധ്യമ സുഹൃത്തുക്കളെ കാണാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ പിന്നെ സംഘടനയ്ക്കകത്ത് ഞങ്ങൾ ഈ സംഘടന വളർത്താൻ പോകുന്നില്ല, വേറെ KPMS ഉണ്ടാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ പണം എവിടെയാണ് എന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട KPMSകാരോട് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത ശ്രീ പുന്നല ശ്രീകുമാറിനുണ്ട്. ആ മര്യാദ അദ്ദേഹം കാണിക്കണം. വലിയ പ്രതിസന്ധി കാലത്ത് നെഞ്ചിലേറ്റിയ ഒരു ജനതയാണ് ഈ പാവപ്പെട്ട ജനത. ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ, എത്ര സെക്രട്ടേറിയറ്റ് മാർച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്? തിരുവനന്തപുരം സ്തംഭിച്ചു പോയ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഏറ്റെടുത്ത
ഒരു സമര പോരാട്ടത്തിനും ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ അതിന്റെ ഒരു തുടർച്ച, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിന് പത്രത്തിൽ പടം വരണം, ചാനലിൽ വാർത്ത വരണം, ബൈറ്റ് കൊടുക്കണം. ഇതിനും അപ്പുറത്തേക്ക് ഈ പാവപ്പെട്ട ജനതയുടെ മൗലികമായ പ്രശ്നങ്ങളിൽ യാതൊരു ഇടപെടലും നടത്തുവാൻ ഇന്ന് വരെ ഈ ശ്രീ പുന്നല ശ്രീകുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. ഈ KPMSന്റെ ഭരണഘടനയിൽ ശ്രീ ചാത്തൻ മാസ്റ്റർ സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനമാണ്. അതിന്റെ ഭരണഘടനയിൽ 18 വയസ്സുള്ള സ്ഥിരബുദ്ധിയുള്ള ഏത് പുലയനും KPMSന്റെ മെമ്പർഷിപ്പിന് അവകാശമുണ്ട്. ഇത് 5000, 2000, 3000 രൂപ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബങ്ങളെ മുഴുവൻ മെമ്പർഷിപ്പ് ചെയ്ത് പുറത്താക്കുക. KPMSന്റെ ഏതാണ്ട് 2022-23 1,30,516 മെമ്പർമാരായിരുന്നു KPMS ഉണ്ടായിരുന്നത്. 2023-24 കേരളത്തിൽ മുഴുവൻ 43,826 കുറഞ്ഞു. ഒരു സംഘടന ഇതിൽ കൂടുതൽ തകർക്കാനുണ്ട്. KPMS എന്ന് പറയുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സംഘടനാ ശരീരത്തെ അതിന്റെ മജ്ജയും മാംസവും എല്ലാം കാർത്തി തിന്ന് ആ പ്രസ്ഥാനത്തെ അസ്ഥിപഞ്ജരമാക്കിയ നേതാവാണ് പുന്നല ശ്രീകുമാർ. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഏജൻസികൾ വളരെ ഗൗരവതരമായി ഇത് അന്വേഷിക്കണമെന്നുള്ളതാണ്. അന്വേഷിക്കുന്നത് പാവപ്പെട്ട ഒരു ജനത്തിന് നീതി ലഭ്യമാക്കി കൊടുക്കുവാൻ തയ്യാറാകണം എന്ന് പറയുന്ന ഈ രാജ്യത്ത് അഴിമതി അന്വേഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസികൾ ഇത് വളരെ ഗൗരവതരമായി അന്വേഷിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യമാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ മുന്നോട്ട്. 50 ലക്ഷത്തോളം രൂപയുടെ ഒരു ബാധ്യത താങ്കളുടെ മേൽ ചുമത്തുന്നത് എന്റെ പേര് വൈദ്യുതകലാശാല. ഞാൻ ഇന്ന് വരെ KPMSന്റെ 1 രൂപയും കറപ്ഷൻ നടത്തിയിട്ടില്ല. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിൽ വന്ന് തന്റെ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കാനുള്ള ധാർമ്മികത പുന്നല ശ്രീകുമാർ കാണിക്കണം. ഞങ്ങൾ ഭയന്ന് പോകുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ മീഡിയയുടെ മുമ്പിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ കൈകൾ ശുദ്ധമാണ്. ഞാൻ 1 രൂപയുടെ ക്രമക്കേട് ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ഞങ്ങൾ പുന്നല ശ്രീകുമാർ കാണിച്ച അഴിമതിക്കെതിരെ കോടതിയിൽ പോയിട്ടുണ്ട്, EDക്ക് പരാതി കൊടുത്തു, വിജിലൻസിൽ പരാതി കൊടുത്തു. ഞങ്ങളുടെയൊക്കെ പേരിൽ എവിടെയെങ്കിലും ഒരു സാധാ പോലീസ് സ്റ്റേഷനെങ്കിലും ഒരു തുണ്ട് പേപ്പറിൽ പരാതി കൊടുക്കാനുള്ള നട്ടല് പുന്നല ശ്രീകുമാർ കാണിക്കും. അതുകൊണ്ട് ആരോപണങ്ങൾ. പിന്നെ അദ്ദേഹം പിന്നെ പണം പിരിച്ചതിനൊക്കെ ഞങ്ങളുടെ രേഖകളുണ്ട്, കൊടുത്തിട്ടുള്ള റെസിപ്റ്റുകളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, താഴെ പറഞ്ഞത് അതൊരു ആരോപണമാണ്. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കൊടുത്തിട്ട് പത്രസമ്മേളനം നടത്തിയാൽ മതി എന്നാണ് അവിടെ ബഹളം വെച്ചത്. അത് എന്നോടല്ല, എന്നെ പറ്റിയാണ് പറഞ്ഞത്. അതാ പറയുന്ന കാര്യം അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ മെമ്പർഷിപ്പിന്റെ കാര്യം അവിടെ സംസാരിച്ചു. ആ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതിന്റെ സെക്രട്ടറിയുടെ കയ്യിലാണ്. ഞാൻ അതിന്റെ സെക്രട്ടറി അല്ല. ശരിയാ, ഞാനാണ് അവിടെ ചേട്ടൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടൊരു കേസ് കൊടുത്തില്ല? ഞാൻ പൈസ എടുത്തുകൊണ്ട് പോകുന്നു. ഒരു പോലീസ് കേസ് കൊടുക്കണ്ടേ? ഒരു നിയമപരമായ നടപടി സ്വീകരിക്കണ്ടേ? ഒരു നടപടി സ്വീകരിക്കാതെ ഇന്നിവിടെ വന്ന് ഈ ആക്ഷേപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്താൻ പാടില്ല. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ അഴിമതി പുറത്തു വരാൻ പാടില്ല. കാരണം ഞങ്ങൾ പല പ്രാവശ്യവും ഈ കണക്കുകൾ ചോദിച്ച ആളുകളാണ്. ഞാനാണ് ആ ട്രസ്റ്റിന്റെ ഖജാൻജി. ഞാൻ പല പ്രാവശ്യവും കണക്കുകൾ ചോദിച്ചു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്ക് അവതരിപ്പിക്കണമെന്നാണ് നിയമാവലിയുള്ളത്. 3 വർഷത്തിലൊരിക്കൽ ട്രസ്റ്റിന്റെ ജനറൽ കൗൺസിൽ വിളിച്ചുകൂട്ടി കണക്ക് അവതരിപ്പിക്കേണ്ടതാണ്. ഇന്ന് വരെ ആ ഒരു നടപടിക്രമം നടന്നിട്ടേയില്ല. അതാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ നിർബന്ധിതമായി. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാനനഷ്ട കേസ് തരിക എന്നുള്ളത് അതിന് ധൈര്യമുണ്ടോ? അവർ ഈ പറയുന്ന ആരോപണങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാനനഷ്ട കേസ് കൊടുക്കാം. തീർച്ചയായും ചെയ്യാമല്ലോ, ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നിയമത്തിന്റെ എല്ലാ വഴിയും ഈ കൊടിയ അഴിമതി പുറത്തു കൊണ്ടുവരാൻ നിയമത്തിന്റെ എല്ലാ വഴികളും എല്ലാ പഴുതുകളും ഞങ്ങൾ ഇനിയിപ്പോ ഈ പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ ജീവഭയത്തോടാണ് ഞങ്ങൾ ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗുണ്ടകളെ വിട്ട് ഞങ്ങളെ ആക്രമിക്കുമെന്നാണ് താഴെ നിന്ന് ഭീഷണി മുഴക്കിയത്.
അപ്പൊ ഞങ്ങൾ ഈ വലിയ എതിർപ്പും ഞങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ഈ ഒരു വലിയ പോരാട്ടത്തിന് ഇറങ്ങിയത് കേരളത്തിലെ പാവപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. വഞ്ചിക്കപ്പെട്ട, ചതിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് നീതി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊരു KPMS ഉണ്ടാക്കാനോ നേതാവാകാനോ ഒന്നും ഞങ്ങളില്ല. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇതിന്റെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നില്ല, ഇതിന്റെ അഴിമതിയെ പറ്റി പറയാം. ഇതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു, ഇത് അഴിമതി എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് മനസ്സിലായി? KPMS വേറെ, അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റ് വേറെ. ഞങ്ങൾ അയ്യങ്കാളി കൾച്ചർ ട്രസ്റ്റിന്റെ അഴിമതി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. അത് ഈ എന്തോ 10 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് പറയുന്നത്. അഴിമതി എപ്പോ വേണമെങ്കിലും പറയാം. 10 കൊല്ലം കഴിഞ്ഞാൽ അഴിമതി അല്ലാതോ? അല്ല, 2013 ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. 10 കൊല്ലത്തിനകത്താണ് ഈ കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സംഘടനയെ പിളർത്താനല്ല, സംഘടനയെ പിളർത്തുന്നുമില്ല, വേറെ സംഘടന ഉണ്ടാക്കുന്നുമില്ല. ഈ അഴിമതി പുറത്തു കൊണ്ടുപോകണം. ഈ പണം എവിടെയാണ് എന്ന് പറയാനുള്ള ധാർമ്മികത അത് വിശദമായിട്ടുണ്ട്. സ്കൂൾ കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഓരോന്നിനും നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പിന്നെ നിങ്ങൾക്ക് മീഡിയസിന് തന്നിട്ടുണ്ട്. ഈ പ്രസ് റിലീസിനകത്തുണ്ട് വളരെ കൃത്യമായിട്ട്. ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്, ഇന്നുവരെ നടന്നിട്ടുണ്ട്. അയാളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഞങ്ങളെ തടയണ്ടല്ലോ. അയാൾക്ക് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് എപ്പോഴുള്ള ആള് ഒരു പത്രസമ്മേളനം നടത്തി നിങ്ങളോട് സത്യം പറയാനും അയാളുടെ ഭാഗത്ത് നീതിയുണ്ട്. ഈ തടഞ്ഞ് പറയരുത് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്നു. സത്യം പറയുന്ന നാക്കുകളെ അയാൾക്ക് ഭയമാണ്. അതാണ് KPMS ഇപ്പം എത്ര KPMS ആണത്, ഒരുപാട് KPMS. ഇയാൾക്ക് സന്തോഷമാണ്. ഇപ്പൊ ഞങ്ങൾ പോയൊരു KPMS ഉണ്ടാക്കി പോയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിന് പോകുന്നില്ല. ഈ ട്രസ്റ്റിൽ അഴിമതി പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ധാർമ്മികമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ താഴെ അവർ പറയുന്നത് ട്രസ്റ്റിന്റെ ട്രഷറർ എന്ന് പറയുന്ന താങ്കളാണ്. എന്നിട്ട് ഇതില് അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്കിത് പറ്റൂലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വഴിചാരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. വ്യാപകമായിട്ട് അത് പറയുന്നുണ്ട്. ഇതിന്റെ ഒന്നാമത്തെ കാര്യം, ഈ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു കൂട്ടാറേയില്ല. ഇന്ന് വരെ 2 സ്ഥാപനത്തിന്റെയും മാനേജർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഏകാധിപത്യം പോലെ പുള്ളി സ്വയം പ്രഖ്യാപിച്ച് മാനേജരായതാണ്. കോളേജിന്റെ സ്കൂളിന്റെയും ഡയറക്ടർ ബോർഡ് കൂടി എടുത്ത ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യട്ടെ. ഏതെങ്കിലും ഡയറക്ടർ ബോർഡിൽ അയ്യങ്കാളി കൾച്ചറൽ ട്രസ്റ്റിന്റെ വരുമാനം ഇത്ര, അത് ഇത്ര കോടി കിട്ടി, ഇത്ര ചെലവായെന്നൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തട്ടെ. ഞങ്ങൾ പല പ്രാവശ്യം അദ്ദേഹത്തോട് ചോദിച്ചതാണ്. ഞങ്ങളെ പുറത്താക്കിയതൊന്നുമല്ല, നമ്മൾ കളഞ്ഞിട്ടിറങ്ങി പോകുന്നതാണ് ഈ വിഷയം കൊണ്ട്, സാമ്പത്തിക വിഷയം. അവസാനം അയ്യങ്കാളി സ്കൂളെ അടുത്ത കാലത്താണ് വിലയ്ക്ക് വാങ്ങിയത്. 4,29,00,000 രൂപ അയ്യങ്കാളി സ്കൂളിന് വേണ്ടി ഇദ്ദേഹം സമാഹരിച്ചു. 1,80,00,000 രൂപ എടുത്താണ് സ്കൂൾ വാങ്ങിയത്. ബാക്കി പൈസ അക്കൗണ്ടിൽ കാണണ്ടേ? അക്കൗണ്ടിലില്ല. അത് ചോദ്യം ചെയ്ത് സംസാരമായതിനു ശേഷമാണ് അദ്ദേഹം റെഡി ക്യാഷ് 15 ലക്ഷം രൂപ കൊടുത്ത് ആ സ്കൂളിന്റെ മാനേജർഷിപ്പ് മംഗളാംഗി എന്ന് പറയുന്ന മേഡം മരിച്ചുപോയി. അവരുടെ മക്കളാണ് അവകാശികൾ. അവരിൽ നിന്ന് ഈ മാനേജർഷിപ്പ് ഇദ്ദേഹം എഴുതി മേടിച്ചു. അന്ന് തൊട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത്. ഇദ്ദേഹം എല്ലാ ഏകാധിപതിയെ പോലെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ ബുദ്ധിമുട്ടാണ്. ഖജാൻജി ഇന്നലെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും വൈദ്യുത കലാശാലയും കൂടി തീരുമാനിച്ച് ഇതൊരു പോരാട്ടത്തിന് ഇറങ്ങിയതും പരാതികൾ നൽകിയത്. ഖജാൻജി എന്ന നിലയിൽ താങ്കളാണ് ക്യാഷ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ പ്രസിഡന്റ് ഖജാൻജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, രമേശൻ നിലവിൽ ഖജാൻജി. താങ്കളുടെ കൈകാണി ക്യാഷ് വരുന്നത്, താങ്കളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അത് അവർക്ക് എന്തറിയാം? ഞാനൊരു ചെറിയ രേഖ ഇപ്പം കാണിച്ചുതരാം. ട്രസ്റ്റിന്റെ നിയമാവലി പ്രകാരം അതിന്റെ വരവ് ചെലവുകൾ സ്വീകരിക്കേണ്ടത് സെക്രട്ടറിയാണ്. അതാ നിങ്ങൾ ഈ 3000 രൂപ വെച്ച് ഫണ്ട് പിരിച്ചിട്ട് ഇത് ഒപ്പിട്ടിരിക്കണ ആരെന്ന് നോക്കണം. പുന്നല ശ്രീകുമാറാണ്. അപ്പൊ ഈ പൈസ ആര് കൈപ്പറ്റി? ഖജാൻജിയായ ഞാൻ കൈപ്പറ്റിയോ പുന്നല ശ്രീകുമാർ കൈപ്പറ്റിയോ?
യഥാർത്ഥമായി പൈസ കൈപ്പറ്റാനുള്ള അവകാശം സെക്രട്ടറി ആയിട്ടുള്ള വി ശ്രീധരനാണ്. ഇതെല്ലാം എഴുതി കൈപ്പറ്റിയിരിക്കുന്നത് പുന്നല ശ്രീകുമാറാണ്. എന്നിട്ടാണ് താഴെ നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ കൈപ്പറ്റിയെന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഈ ബഹളം ഉണ്ടാക്കിയെന്നാണ് ദയവായി മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്. ഇത് കണ്ടല്ലോ, കടയിൽ നോക്കാം. അത് മാറ്റം കാണിച്ചിട്ട് ഞാൻ ട്രഷറായത് 2021 21 ശേഷം 3 വർഷം ആയുള്ളൂ. അതിനു മുമ്പ് ഇതിന്റെ ട്രഷറർ എന്ന് പറഞ്ഞാൽ പി ജനാർദ്ദനാണ്. അദ്ദേഹം ഇപ്പൊ പുറത്താണ്. ഒരു മനുഷ്യനും ആ ബാക്കിൽ അദ്ദേഹം അവരാരും തന്നെ, ഞാനാണ് പറഞ്ഞത്, സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ട്രസ്റ്റിന്റെ മിനിറ്റ്സ് ബുക്ക് പരിശോധിക്കാം. ഞാനും ബൈജു ഒന്നും ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് പങ്കെടുത്ത് ഒപ്പിട്ടൊരു ചരിത്രം ഞങ്ങൾക്കില്ല. ഡയറക്ടർ ബോർഡ് കൂടിയാലല്ലേ മാഡം ഇത് ചോദിക്കാൻ പറ്റുള്ളൂ. ഇതില്ല. ശ്രീ 6 വർഷത്തിന് മുമ്പേ ഒരു അഴിമതി ആരോപണമാണല്ലോ താങ്കൾ വന്നത്. അതെ, ഇദ്ദേഹം വരുന്നത് 6 വർഷത്തിന് മുമ്പേ അദ്ദേഹത്തിനെതിരെ ഒരു ഇത് വന്നുകൊണ്ടാണല്ലോ ഇദ്ദേഹം വരുന്നത്. അപ്പൊ ആ അഴിമതി ആരോപണം എന്തായിരുന്നു? വൈദ്യുതകലാശാല അത് 2010 ഈ ടി വി ബാബു പ്രസിഡന്റും പുന്നല ശ്രീകുമാർ ജനറൽ സെക്രട്ടറിയും ചെറുവേക്കൽ അർജുനൻ ഖജാൻജിയായിട്ടാണ് ഈ സംഘടന നേരത്തെ പി കെ രാഘവൻ സാറിന് ശേഷം അജയ് ശശാങ്കന് ശേഷം വന്ന ബോഡി, പുതിയ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഇദ്ദേഹം പുന്നല ശ്രീകുമാർ ഇതുപോലെ 8 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ആരോപണത്തിന്റെ പുറത്താണ് പുന്നല ശ്രീകുമാറും ടി വി ബാബുമായിട്ട് രണ്ടാകുന്നത്. അന്നൊന്നും ഞങ്ങൾ ആ ഘടകത്തിലൊന്നും ഇല്ല. ആ ഒരു സുപ്രഭാതത്തിൽ ഇത് രണ്ടായി പിരിഞ്ഞു പോയതിനു ശേഷം ഇദ്ദേഹത്തിന് തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ നൽകുന്നു. പുന്നല ശ്രീകുമാറും വി ശ്രീധരനും കെ പുരുഷോത്തമനും ഇതിന്റെ ഫെസിലിറ്റികൾ അവൈലബിൾ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ നൽകുന്നു. ആ ഘട്ടത്തിലാണ് ബൈജു കലാശാല ജനറൽ സെക്രട്ടറി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.